ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനു'സ്likesന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മുതിരക്കറിയുടെ റെസിപ്പിയുമായാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മുതിരയാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ മുതിരയെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഈ മുതിര ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു 5-10 മിനിറ്റ് ചൂടാക്കണം. ചൂടാക്കുമ്പോൾ ഇത് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. കടുക് പൊട്ടുന്ന പോലെ അങ്ങനെ ഒത്തിരി തെറിച്ച് പൊട്ടില്ല, ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാനിവിടെ ഈ മുതിര വറുത്തെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഞാനൊരു മുറത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ചിരട്ട ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ ഈ തോടിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ തോടോടുകൂടി കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറി കറുത്തിരിക്കും. അപ്പോൾ നമുക്കിതൊരു ഇച്ചിരി നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ തോട് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു ചിരട്ട ഉപയോഗിച്ചോ മറ്റോ ഇതിനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ മുറത്തിലിട്ട് അതിൻ്റെ ആ തോടൊന്ന് നമുക്ക് പേറ്റിക്കളയണം. അതിനുശേഷം നമുക്കിതൊരു കുറച്ച് വെള്ളത്തിലേക്കിട്ട് ഇതിൻ്റെ അകത്ത് കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് തന്നെ അരിച്ച് എടുക്കണം. അപ്പം ഞാനിത് ഒരു കുക്കറിലേക്ക് കൈകൊണ്ട് അരിച്ച് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ ചേർത്ത് നമുക്കിത് കുക്കറിലിട്ട് ഒരു 3-4 വിസിലടിച്ച് വേവിക്കണം. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8-10 കാന്താരി മുളകും കറിവേപ്പിലയും ഒരു മുറി തേങ്ങയും കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുതിര വെന്തോ എന്ന് നോക്കാം. ഇപ്പം 3-4 വിസിലടിച്ചതിന് ശേഷം നമ്മുടെ മുതിര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ കൈകൊണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. പക്ഷേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഈ മുതിരയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇതിന് മുന്നായിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണെങ്കിലും ഇതിലായിട്ട് ഒരുപാട് കട്ടകളുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, അത് കൊഴുപ്പ് ആയി വന്നോളും അടുപ്പിൽ വെച്ച് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ച് നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, തിളയ്ക്കുന്നോടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, അപ്പോൾ നമ്മുടെ കറി കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതിനായിട്ട് നമ്മളിത് എപ്പോഴും ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3.5 കപ്പോളം വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ വന്നേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് താളിച്ച് ചേർത്താൽ മതി. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇത് അടി പിടിക്കാതെ നോക്കുക, എപ്പോഴും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പം ഞാനിതിലേക്ക് താളിച്ച് ചേർക്കുവാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്, അടിപൊളിയാണ്. നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതി, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ടേസ്റ്റി മാത്രമല്ല, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.